അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് തീഗോളമായി മാറിയത്. അപകടത്തിൽ 274 അടുത്ത ആളുകൾ മരിച്ചുവെന്നും ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചിരുന്നു. വിമാനത്തിലെ 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. വിമാനം ഇടിച്ചു കയറിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ താമസക്കാരും സമീപത്ത് ജോലി ചെയ്തിരുന്നവരുമാണ് മരിച്ച മറ്റുള്ളവർ. ഈ വേളയിൽ ഗാനഗന്ധർവൻ KJ യേശുദാസ് വിമാനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത്. അതും ഒരു തവണയല്ല, 2 തവണയാണ് ഗാനഗന്ധർവൻ രക്ഷപ്പെട്ടത്. 1971 ഡിസംബർ 9 ആദ്യ സംഭവം. പശ്ചിമഘട്ടത്തിലെ മേഘമലയിൽ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു യേശുദാസ്. വിമാനത്താവളത്തിൽ എത്താൻ വൈകിയതിനാൽ മാത്രമാണ് അന്ന് അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആദ്യ യാത്ര നടത്തിയ ആവ്രോ വിമാനം തുടർന്ന് മധുരയിലേക്ക് പറക്കുമ്പോഴാണ് തകർന്നു വീണത്. തിരുക്കൊച്ചിയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് G. ചന്ദ്രശേഖര പിള്ള ഉൾപ്പെടെ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 1978 ഒക്ടോബർ 13 രണ്ടാമത്തെ സംഭവം. തീ പിടിച്ച് ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലെ റിംഗ്വേ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനത്തിലെ 350 യാത്രക്കാരിൽ യേശുദാസ്, ഭാര്യ പ്രഭ, 1 വയസ്സുള്ള മകൻ വിനോദ്, ഗായിക സുജാത, സുജാതയുടെ അമ്മ ദേവി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കാനഡയിലും ന്യൂയോർക്കിലും സംഗീത പരിപാടികൾ നടത്തിയ ശേഷം ലണ്ടൻ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ യേശുദാസിന്റെ സംഘത്തിൽ 6 ഗായകരും ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്നും പറന്നുയർന്ന് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിലെ ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് പുക കണ്ടത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്ന വിമാനം പൈലറ്റ് അടിയന്തരമായി മാഞ്ചസ്റ്ററിൽ ഇറക്കി. വിമാനത്തിലെ ഒരു ബൾബിൽ നിന്നുള്ള ചൂടേറ്റ് യേശുദാസിന്റെ ഇലക്ട്രിക് ഓർഗൻ ഉരുകിയാണ് പുക വന്നതെന്നും പിന്നീട് കണ്ടെത്തി. തീ പടർന്നെങ്കിൽ വൻ ദുരന്തമുണ്ടാകുമായിരുന്നു. ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ നടനും എഴുത്തുകാരനുമായ തമ്പി ആന്റണിയും സംസാരിച്ചിട്ടുണ്ട്. പള്ളികളും അമ്പലങ്ങളും മാത്രമല്ല, ഏത് പ്രാർത്ഥനാലയവും അദ്ദേഹത്തിന് പുണ്യസ്ഥലമാണ്. യേശുദാസ് എവിടെ പോയാലും പോകുന്നതിന് മുൻപ് എറണാകുളത്തുള്ള വല്ലാർപാടം പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട്. അങ്ങനെ ഒരിക്കൽ മധുരയിലേക്ക് പോകുന്നതിന് വേണ്ടി കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം. വീട്ടിൽ നിന്നും താമസിച്ചിറങ്ങിയതിനാൽ ഇത്തവണ പള്ളിയിൽ കയറുന്നില്ലെന്ന് ആദ്യം തീരുമാനിച്ചു. പക്ഷെ പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ ഒന്ന് കയറണമെന്ന് തോന്നി. അങ്ങനെ അവിടെ കയറി ഇറങ്ങി തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് അതിൻ്റെ വഴിക്ക് പോയി. പിന്നെ കേട്ടത് ഒരു വിമാനാപകടത്തിൻ്റെ വാർത്തയാണ്. മധുരയ്ക്ക് പോയ ആ വിമാനം അവിടെ എത്തുന്നതിന് തൊട്ടു മുൻപ് തകർന്നു വീണു. അതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം മരിക്കുകയും ചെയ്തു. യേശുദാസിന്റെ ചെറിയ പ്രായത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. തൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫാണ് ആദ്യ ഗുരുവെന്ന് യേശുദാസ് തറപ്പിച്ച് പറയാറുണ്ട്. സംഗീത ലോകത്തേക്ക് തന്നെ തിരിച്ചുവിട്ടത് പിതാവാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലമായിരുന്നു യേശുദാസിൻ്റേതും. അപ്പൻ അസുഖമായതോടുകൂടിയാണ് കാശില്ലാതെ ഓടി നടക്കേണ്ടി വന്നത്. മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്തൊരവസ്ഥ. ആദ്യം പാടിയ പാട്ട് കേൾക്കാൻ അടുത്ത വീട്ടിലെ റേഡിയോയുടെ മുൻപിൽ പോയി നിന്നതും സംഗീത സ്കൂളിൽ വെച്ച് നേരിടേണ്ടി വന്ന അവഗണനയും നിരവധിയാണ്. അന്ന് ഫീസ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പുറത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം സംഗീതത്തിന് വേണ്ടി സഹിക്കുകയായിരുന്നു. ഈ അനുഭവങ്ങളെയൊക്കെയാണ് ജീവിതത്തിലേക്ക് കുതിച്ചുയരാനുള്ള വാശിയായി മാറിയത്. ആ വാശി സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്കും യേശുദാസിനെ എത്തിച്ചു. 60 വർഷത്തോളം സംഗീത ലോകത്ത് സജീവമായിരിക്കാൻ യേശുദാസിന് സാധിച്ചിരുന്നു. ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം വിശ്രമ ജീവിതം ആസ്വദിക്കുകയാണ്. അമേരിക്കയിലെ വീട്ടിലും മകനൊപ്പം ചേർന്ന് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും അദ്ദേഹം സജ്ജമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിലെ വീട്ടിൽ സന്തുഷ്ടനായി ജീവിക്കുകയാണ് അദ്ദേഹം. പുലർച്ചെ 4:30 എഴുന്നേറ്റ് സാധകം ചെയ്യും. ഭക്ഷണകാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ട്. ശബ്ദത്തിന് അപകടമുണ്ടാവുന്നതൊന്നും അദ്ദേഹം കഴിക്കില്ല. പിന്നെ സാധാരണക്കാരനെ പോലെയുള്ള ജീവിതമാണ്. പച്ചക്കറി വാങ്ങാനും ഷോപ്പിങ്ങിനുമൊക്കെ സ്വയം കാർ ഓടിച്ചു പോകും. പാചകത്തിൽ ഭാര്യ പ്രഭയെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാ കാര്യവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യണമെന്നതാണ് യേശുദാസിനും ഇഷ്ടം. നാട്ടിലാണെങ്കിൽ കാലിൽ വീഴാനും അനുഗ്രഹം വാങ്ങാനുമൊക്കെ ആളുകളുടെ ബഹളമാണെങ്കിൽ അവിടെ അതൊന്നുമില്ലെന്നും തമ്പി ആന്റണി കൂട്ടിച്ചേർത്തു. മലയാളിക്ക് സംഗീതമെന്നാൽ യേശുദാസാണ്. പതിറ്റാണ്ടുകളായി മലയാളി കാതോരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേരുകൂടിയാണ് യേശുദാസ്. മലയാളിക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലാമോ കൂടിയാണ് ആ മനുഷ്യൻ. തൻ്റെ സുഖദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലുമെല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ, അവയ്ക്ക് പിന്നിലെ സ്വരമാധുര്യം, മണ്ണിലെ ഗാനഗന്ധർവൻ,
ആ അപൂർവ സുന്ദര സ്വരമാധുരി നുണയാത്തവരായി ആരും ഉണ്ടാകില്ല. പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവെക്കാനാകാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു. പകരം വയ്ക്കാനില്ലാത്ത വികാരം, അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റുകൂട്ടുന്നത്. വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷണങ്ങൾ തീർക്കാൻ. തലമുറകളെ തന്റെ ആരാധകരാക്കിയ ഇന്ദ്രജാലം ദാസേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മലയാളികൾ ഉള്ളിടത്തോളം കാലം KJ യേശുദാസും ആ ശബ്ദവും നിലനിൽക്കും.